പക്ഷെ നമുക്കതൊരു ഒരു പരിഹാസ്യമാണ്. കിളവനായി ഇപ്പോഴും സംഭവം എന്തൊക്കെയോ നടക്കുകയാണ്. എന്റെ കിളവനായൊന്നും പറ്റൂലേ? അള്ളാഹു ദുനിയാവിൽ തന്ന വലിയൊരു അനുഗ്രഹത്തിന്റെ ഭാഗ. ഇതൊന്നും പറ്റൂല. കിളവനായാല് വയസ്സനായ അതൊന്നും പറ്റൂല. അങ്ങനെയാണോ നിയമം? എത്ര വയസ്സായിക്കളുടെ ഭാര്യ ഭർത്താവ് എന്ന സുന്ദരമായ ആ ബന്ധം, ഊഷ്മളമായ ആ നിക്കാഹിലൂടെ അള്ളാഹു നൽകിയിരിക്കുന്ന ആ ബന്ധം ഈ ദുനിയാവിൽ മറ്റൊരു ബന്ധത്തിനും പറയാൻ പറ്റാത്ത അത്രയും സുഖവും സന്തോഷവും സമാധാനവും നൽകുന്ന ബന്ധമാണ്. അതിലൂടെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഒരുപക്ഷെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകാം. അത് 50-ലല്ല 100-ാം വയസ്സിലുണ്ടായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോൻ ഇസ്മായിൽ നബി അന്ന് കൊന്നുകളഞ്ഞെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വലിയ ഉന്നതിയും സംസ്കാരവും ദീനും പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകരില്ല. ഇസ്മായിൽ നബി ജനിച്ച അള്ളാന്റെ പ്രവാചകരായ ഇബ്രാഹിം നബിയുടെ 100-ാം വയസ്സിലാണ്. ഇസ്മായിൽ നബിയെ കൊന്നുകളഞ്ഞെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താണ്? ആലോചിച്ച് നോക്കണം. നമ്മള് അള്ളാന്റെ ദീൻ മുറുകെ പിടിക്കണം. ആരെന്ത് പറഞ്ഞോട്ടെ, ആര് പരിഹസിച്ചോട്ടെ, എന്റെ മരണം വരെയും എനിക്ക് അഭിമാനമായി തന്നിട്ടുള്ള എന്റെ പാരത്രിക ലോക ജീവിതത്തിന്റെ സ്വർഗത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള പരിശുദ്ധമായ ദീൻ വിട്ട് ഒരാണ്ട് വീണപ്പോലും ഞാൻ ചലിക്കൂല എന്ന ഉറച്ച ഈമാനും ബോധവും നമുക്കുണ്ടാവണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്രിയമുള്ളവരെ, കൊലപാതകം അധികരിക്കുകയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊലപാതകം ഖിയാമത്ത് നാളിൽ അധികരിക്കുമെന്ന്. അവസാനം എന്തിനാണ് കൊല്ലുന്നത്, എന്തിനാണ് കൊല്ലപ്പെട്ടത്, കൊന്നയാൾക്കും അറിയില്ല, കൊല്ലപ്പെട്ടവർക്കും അറിയില്ല. അങ്ങനെ അവസ്ഥയിലേക്ക് എന്റെ സമുദായം അധപ്പതിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കുഫാർ പ്രത്യേകം എടുത്ത് അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്. കുഫാർ ശത്രുക്കളല്ല, ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ല, മറിച്ച് മുസ്ലിമിനെ കൊല്ലുക. ഇന്ന് സുഡാനിൽ നടക്കുന്നത് അത് തന്നെയാണ്. ഒരു സ്വർണ്ണമല കണ്ടുകൊണ്ട് അധികാരം കൊതിച്ചുകൊണ്ട് പരസ്പരം തമ്മിലൊടിച്ച് ആയിരക്കണക്കിന് ആളുകളെ ബലാത്സംഗം ചെയ്യുന്നു, കൊല്ലുന്നു, കത്തിക്കുന്നു, പീഡിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ എവിടേക്ക് പോയി എന്ന് പോലും അറിയാത്ത രൂപത്തിൽ അവസ്ഥകൾ വളരെ വളരെ ഗൗരവമുള്ളതായി തീർന്നിരിക്കുകയാണ് സുഡാനിൽ. അധികാരത്തിന് വേണ്ടി, അധികാര കൊതിക്ക് വേണ്ടി രക്തം ചിന്തുകയാണ്. സ്വർണ്ണമല, അതിനുവേണ്ടി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടികളാണ്. പരസ്പരം മറ്റു രാഷ്ട്രങ്ങൾ കൊടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമിനെ കൊല്ലുന്നു. നാം അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം. അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ ധാരാളം ഉലമാക്കൾ നേതൃത്വം വഹിക്കാൻ നമ്മുടെ നാട്ടിൽ നമുക്ക് ഭാഗ്യം ലഭിച്ചവരാണ്. അവരുടെ കീഴിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. നമുക്കും വരികയാണ്, ഇലക്ഷൻ അടുത്ത് വരികയാണ്. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, SIR കേന്ദ്രം നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന